ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദാനിയേൽ പ്രാർത്ഥനയുടെ 1-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് 3 ആഴ്ചകൾ, അതായത് 21 ദിവസത്തെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. നമ്മൾ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലുമാണ് രാവിലെ 8 മണിക്കാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും നമ്മുടെ അതിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോ വന്നപ്പോൾ അതിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റിലൂടെ അയച്ചു, ഇമെയിലായിട്ട് അയച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ വീഡിയോ ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ആഴ്ച മുഴുവനും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന എന്ന് വെച്ചാൽ 21 ദിവസം നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അനേകായിരങ്ങൾ പങ്കെടുക്കുന്നു. അവരെല്ലാം ദൈവകൃപയെന്നറിയാം. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ആരൊക്കെയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം ഓർക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ളവർക്കെല്ലാം ഈ ശുശ്രൂഷയുടെ പ്രാർത്ഥനയുടെ ലിങ്ക് അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. കാരണം നമുക്കറിയാം, നമ്മൾ ആരിലേക്കൊക്കെയാണോ ദൈവത്തിൻ്റെ വചനങ്ങൾ എത്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അത് ദൈവം വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് തിരിച്ചു തരും. ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഇതൊരു പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ 8 മണി, നമ്മൾ ഇഷ്ടം പോലെ നിങ്ങളുടെ സമയമനുസരിച്ച് ചെയ്തു കൊള്ളുക. ഒറ്റ സമയത്ത് തന്നെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പ്രാർത്ഥനയും കേൾക്കണമെന്നോ അല്ലെങ്കിൽ പങ്കെടുക്കണമെന്നോ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ സമയം അനുസരിച്ച് ചെയ്താൽ മതി. വളരെ കുറച്ച് സമയമാണുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം വായിച്ചു. ഞാൻ ഉദാഹരണം പോലെ പറയുകയാണ്. ആദ്യം ചെയ്യേണ്ടത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കണം. അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ടത് മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥനയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ദാനിയേൽ പറഞ്ഞ ഇൻട്രൊഡക്ടറി ടോക്കിൽ പറഞ്ഞു എന്തിനാണ് മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കേണ്ടത്. തുടർന്ന് നമ്മൾ റാഫേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഏത് പ്രാർത്ഥനാ നിയോഗങ്ങളാണോ നമുക്ക് നടക്കേണ്ടത് അതിനനുയോജ്യമായ വചനങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വചനങ്ങൾ എടുത്ത് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് ദൈവസന്നിധിയിൽ ശാന്തതയോടുകൂടി ഇരിക്കുക. അതിനുശേഷം യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ സമർപ്പിച്ച പ്രാർത്ഥനാ നിയോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം സാധിച്ചു തന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് ഒരു 5-8 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുക. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ശുശ്രൂഷ. അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും അനുഗ്രഹീത നിമിഷം ഈ വചന ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ ദിവ്യകാരുണ്യ ആരാധന ശുശ്രൂഷയാണ്. അത് നമ്മൾ ആരാധന എഴുന്നള്ളിച്ച് വെച്ചാണ് പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സമയമനുസരിച്ച് ആരാധന ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മൾ ദിവ്യകാരുണ്യ നാഥനോട് ചേർന്ന് ഈ പ്രാർത്ഥന ശുശ്രൂഷ ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഗ്രൂപ്പ് മുഴുവൻ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അനേകായിരങ്ങളിലേക്ക് ഈ പ്രയർ, ഈ പ്രാർത്ഥന ശുശ്രൂഷ എത്തണം. ഇതുവരെ ഒത്തിരി പേർക്ക് ദൈവാനുഗ്രഹങ്ങൾ കിട്ടണം. നമുക്കറിയാം ദാനിയേൽ ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ തന്നെ നമ്മൾ കാരണം നമ്മൾ എന്നാണോ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞത് അന്ന് മുതൽ ദൈവം ഒട്ടനവധി പേരിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. നമ്മളിതിനെക്കുറിച്ച് പല വീഡിയോസും പല പ്രസംഗങ്ങളും നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെ ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് കാണും. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ദൈവാനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇതിൽ കൊടുക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഒന്ന് ഇമെയിൽ ചെയ്യാനായിട്ട് കൂടി പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. തുടർന്നുള്ള നമ്മുടെ വീഡിയോയിലൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു സാക്ഷ്യമായിട്ട് ഹിറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അതുവഴിയായിട്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു ഉപകരണങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ആ കാര്യം ഇത്രയും കാര്യം പ്രത്യേകം ഓർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയുടെ വചന ശുശ്രൂഷ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോയപ്പോൾ പരിശുദ്ധ അമ്മയോട് എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ശുശ്രൂഷയിൽ മുഴുവനും നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒറ്റയൊരു വചനമാണ്. പരിശുദ്ധ അമ്മയുടെ എലിസബത്ത് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്ത വാക്കുകൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് ദൈവത്തിൻ്റെ വാക്കിൽ നീ വിശ്വസിച്ചാൽ
നിൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ദേവദൂതൻ കടന്നു വന്ന് ദൈവത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ് പറഞ്ഞത്. ഒരു ദൈവവചനത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് കാതു കൊടുക്കാനായിട്ടും എൻ്റെ ജീവിതം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തന്നെ ഇത് സംഭവിക്കണമെന്നില്ല. പലരും പറഞ്ഞു, അച്ഛാ ഞങ്ങൾ 6 മാസം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 90 ദിവസം പ്രാർത്ഥിച്ചു, ഞങ്ങളിനി പ്രാർത്ഥനയൊക്കെ നിർത്താൻ പോകാം, ഞങ്ങൾ നിരാശയിൽ പോവാം. നമ്മൾ കാത്തിരിക്കണം. നമുക്കറിയാം, തൻ്റെ ജനമായ ഇസ്രായേൽ ജനം ഈജിപ്തിൽ 400 വർഷങ്ങൾ കാത്തിരുന്നു. 400 വർഷങ്ങൾ അവർ അടിമ വേല ചെയ്ത് അവിടെ ബുദ്ധിമുട്ടിൽ വേദനയിൽ കാത്തിരുന്നപ്പോഴാണ് ജനം കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിയപ്പോഴാണ് ദൈവം മോശെ അയക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ വിശ്വാസവും ഒന്നും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല. അതാണ് ഈശോ, നമുക്കറിയാം, ഈശോ ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന തളർവാദ രോഗി സുഖത്തിന് 38 വർഷമായിട്ട് അവിടെ കിടക്കുക. നമുക്കറിയാം, അന്ധനെ സുഖപ്പെടുന്ന അവർ ജന്മനാന്തരായിരുന്നു. പക്ഷെ അവരുടെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് അവരിലേക്ക് ദൈവം സൗഖ്യമായിട്ട് കടന്നു ചെല്ലുക. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ മുഴുവനും നമ്മൾ കാണുന്നത് കാത്തിരുന്ന് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന അനേകം വ്യക്തികളെയും അനേകം അത്ഭുതങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് ആ കാത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ കർത്താവ് അരുൾ ചെയ്ത വാക്കുകൾ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. കർത്താവിൻ്റെ വാക്കിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് 33-ാം സങ്കീർത്തനം 6-ാം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ വചനത്താൽ ആകാശം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ വാക്കുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങളും ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്താൽ, അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടാണ് ഈ ശുശ്രൂഷ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുന്നത്. അതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും. ദൈവത്തിൻ്റെ സ്വരം എങ്ങനെ ശ്രവിക്കണ്ടേ? ശ്രദ്ധാപൂർവ്വം നീ ശ്രവിക്കണം. നമുക്കറിയാം, നമ്മളൊരു അല്പസമയമൊക്കെ നമ്മളെപ്പോഴും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നമ്മുടെ ഓരോ പ്രാർത്ഥന, നമ്മൾ അല്പസമയം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനാണ് ശാന്തമായിട്ടിരിക്കുക. അല്ലെ, വചനത്തിലൊക്കെ ഈശോ പറഞ്ഞ് നീ ശാന്തമായിട്ടിരിക്കുക, ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ, കേട്ടാൽ മാത്രം പോരാ, അവിടുത്തെ ദൃഷ്ടിയിൽ നീ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്താൽ, അവിടുത്തെ ദൃഷ്ടിയിൽ നീ ശരിയായത് പ്രവർത്തിക്കണം. നീ ഇത് കേൾക്കണം. അവിടുത്തെ ദൃഷ്ടിയിൽ ദൈവത്തിന്, ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇതെൻ്റെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കണം. നമുക്കറിയാം, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പാപബന്ധനങ്ങളിലാണ് കിടക്കണമെങ്കിൽ അതിൽ നിന്നൊക്കെ മാറണം. സാധിക്കുമെങ്കിൽ ഒന്ന് കുമ്പസാരിക്കാനായിട്ടൊക്കെ നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സാധിക്കുന്നതല്ല. നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നിന്നും പങ്കെടുക്കാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ സാധിച്ചെന്ന് വരികയില്ല. എങ്കിലും സാധിക്കുന്നവരൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊരു വലിയൊരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം. എൻ്റെ ദൈവത്തിന് മുമ്പിൽ നീ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ച് അവിടുത്തെ ദൃഷ്ടിയിൽ നീ ശരിയായത് പ്രവർത്തിക്കണം. അതിനുശേഷം പറയാം, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട്, അത് മുഴുവൻ നീ നിൻ്റെ ജീവിതത്തിൽ നീ പാലിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുന്നുണ്ട്, അത് നീ ചെയ്യണം. നിന്നിട്ട് ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുന്നു, അത് മാത്രമേ ചെയ്യാനായിട്ട് നമ്മൾ പാടുള്ളൂ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം, പരിശുദ്ധമായിട്ട് നീ ആചരിക്കണം. നമുക്കറിയാം, ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം, എല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കണ്ടീഷൻ സെൻറ്റൻസാണ്. നീ ഇതൊക്കെ ചെയ്താലാണ് നിന്നിലേക്ക് അനുഗ്രഹങ്ങൾ വരുള്ളൂ എന്നാണ് പറയുക. അതിനുശേഷം പറയാണ്, അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ. എന്ന് പറയാണ്, കൽപ്പനകൾ അനുസരിക്കണം, വചനം കേൾക്കണം, ശ്രദ്ധാപൂർവം കേൾക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് പരിശ്രമിക്കണം. അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും നീ അനുസരിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എത്ര ശക്തമായ വചനം. ഒരു സ്നേഹമുള്ളവരെ, ഈ ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ 1-ാം ദിവസം നമ്മൾ ദൈവവചനത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതൊക്കെ മേഖലകളിൽ ഞാൻ മാറ്റം വരുത്തേണ്ടത്? ഈ മാറ്റം വരുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് കൃപയൊഴുക. നമുക്കറിയാം, ഈശോ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെ നിന്നവരോട് പറഞ്ഞു, കല്ല് ഉരുട്ടി മാറ്റുക. ഈശോയ്ക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, കല്ല് തെറിച്ചു പോകും. പക്ഷേ മനുഷ്യൻ്റെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അവനിൽ ചെയ്യാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവൻ്റെ ജീവിതത്തിൽ ആ കല്ല് പാപത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ചില മേഖലയുടെ കല്ലുകളായിരിക്കാം. അത് ഉരുട്ടി മാറ്റി കഴിഞ്ഞപ്പോഴാണ്
ദൈവം ജീവനായി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അന്തരോട് പറയുന്നുണ്ട്, ചെളി കണ്ണുകളിൽ പോയിട്ട് നിങ്ങൾ സിലോഹ കുളത്തിൽ പോയി കുളിക്കുക, നിങ്ങൾ കഴുകണം, സിലോഹ കുളത്തിൽ പോയി കഴുകുക. അപ്പോൾ സ്നേഹമുള്ളവർ ചില താക്കീതുകൾ, ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയണം. മനുഷ്യരെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പലരും പറയണ്ട, അച്ഛാ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപകളൊന്നും വരുന്നില്ല. കാരണം എന്താണ്? എവിടെയെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അറിഞ്ഞും അറിയാതെയും കിടപ്പ് കാണോ, അതിനെ നീ കണ്ടുപിടിക്കണമെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അത് കണ്ടുപിടിച്ച് അതിനെ ഓർത്ത് പശ്ചാത്തപിച്ച് മനസ്തപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് അഭിഷേകമായിട്ട് കടന്നു വരുമെന്ന് ഓർമ്മപ്പെടുത്തുക. ഒരു സ്നേഹമുള്ളവരെ, പരിശുദ്ധിയ അമ്മയോട് എലിസബത്ത് പറഞ്ഞ വാക്കുകൾ, കർത്താവ് അരുൾ ചെയ്ത വാക്കുകൾ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവരുടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മൾ ബൈബിൾ എടുത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു നോക്കിക്കോ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും സംഭവിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിതിനെ വളരെ നിസ്സാരമായിട്ട് കാണാതെ ദൈവത്തിൻ്റെ ഓരോ വാക്കുകളെയും ഓരോ ചിന്തകളെയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളെയും ഒക്കെ സീരിയസ് ആയിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ആ സീരിയസ് ആയിട്ട് എടുക്കുന്ന വ്യക്തികളുടെ ജീവിതം എല്ലാ അനുഗ്രഹമായിട്ട് പറയാം. നമുക്ക് ബൈബിൾ എടുത്ത് നോക്കി, ഓരോ വ്യക്തികൾ, മോശ ദുർബലനായ മോശയാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് തന്റെ ജനമായി ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ മോശയെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം പറയുന്നത്, മോശയെപ്പോലെ ശക്തനായ ഒരു നേതാവിനെ ഇസ്രായേൽ ജനം കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണത്തില്ല. കാരണം എന്താണ്? അവൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ വാക്കിലൂടെ നടന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ജോഷുവയുടെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും, നീ ഭയപ്പെടേണ്ട, നീ പരിഭ്രമിക്കേണ്ട, നീ ശക്തനും ധീരനുമായിരിക്കുക. അങ്ങനെ ബൈബിളിലുള്ള ഓരോ വ്യക്തികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ വാക്കിന് പ്രാധാന്യം കൊടുത്ത്, ആ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് കടന്നുപോയ ഓരോ വ്യക്തികളുടെ ജീവിതവും അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം മാത്രം വായിക്കാതെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു അധ്യായമൊക്കെ വായിക്കാനായിട്ട് സമയം കിട്ടിയെങ്കിൽ വായിക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമൊക്കെ ആകാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഒരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരങ്ങളിലേക്ക് എടുത്തു പിടിക്കാം. ഈശോ ഇതാ നിൻ്റെ പ്രാർത്ഥനകളെ, പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. ഏത് പ്രാർത്ഥന നിയോഗത്തോടു കൂടിയാണോ ഞാനെന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുക, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം സംഭവിച്ചുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഈശോയിത നിൻ്റെ പ്രാർത്ഥനയെ, പ്രാർത്ഥനാ നിയോഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് എൻ്റെ ദൈവം എൻ്റെ ഈ പ്രാർത്ഥനാ നിയോഗം സാധിച്ചു തന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഈ ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങളിലേക്ക് എൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹ നിമിഷത്തിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദാനിയേൽ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും അനുഗ്രഹം പ്രാപിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ, വിശ്വാസത്തോടുകൂടി നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ ഓരോ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പെർഷ്യ രാജാവായ സൈറസിൻ്റെ 3-ാം ഭരണവർഷം ബെൽത്താഷേസ് എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞു. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഉഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും
സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരുമ്പൽ പോലെയുമായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പമുണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നുപോയി. എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. എൻ്റെ ശക്തിയേറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പെർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പെർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതനോട് എതിരിടാൻ വിട്ട്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ചു മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വാ തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്തു നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭോ, ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന് അങ്ങയോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. മനുഷ്യ രൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, പ്രഭോ, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാൻ ഇപ്പോൾ പേർഷ്യയുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ ശക്തിയാൽ ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിതാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും എൻ്റെ ജീവിതങ്ങളും അനുഗ്രഹം പ്രാപിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ സംഭവിച്ചുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഓ ദിവ്യകാരുണ്യശോയെ, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ, പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ തടസ്സ മേഖലകളെയും, എല്ലാ പൈശാചികമായ സാന്നിധ്യങ്ങളും ഈ നിമിഷം മാലാഹയുടെ അത്ഭുതകരമായ ഇടപെടലിനാൽ നീങ്ങിപ്പോയെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഇതാ നിന്റെ ജീവിതങ്ങളും നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം യാചിച്ച്, മാലാഹേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സംഭവിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളെയും പൂർണ്ണമായി
നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. റാഫേൽ മാലാഖയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം. കണ്ണുകളുടെ സൗഖ്യം, യാത്രാ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ബന്ധനമുക്തി തുടങ്ങിയവയ്ക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന മാലാഖയാണ്. മാലാഖയുടെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും മധ്യസ്ഥനായിട്ട് സമർപ്പിക്കുമ്പോൾ, ഓ ദിവികാർണീശോയെ, റാഫേൽ മാലാഖയുടെ മധ്യസ്ഥം വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും, കണ്ണുകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, പലവിധ യാത്രാ തടസ്സങ്ങൾ, വിദേശയാത്രയായിരിക്കാം, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹവും സ്വപ്നവും നോക്കിയിരിക്കുന്നവരായിരിക്കാം. ആ യാത്രാ തടസ്സങ്ങളിലേക്ക്, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കളിലേക്ക്, പലവിധ ബന്ധനങ്ങളിൽ കിടക്കുന്നവർ, മദ്യത്തിൻ്റെ ബന്ധനം, ആസക്തിയുടെ ബന്ധനം, മറ്റു പാപത്തിൻ്റെ ബന്ധനങ്ങൾ, കൂട്ടുകെട്ടുകളുടെ ബന്ധനങ്ങളിൽ കിടക്കുന്നവരിലേക്ക് കൃപ സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഹായത്തിനായി മാലാഖമാരെ നിയോഗിച്ചു തന്ന ദൈവമേ, ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഖയെ നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തോബിത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഖയെ ആത്മീയ ശാരീരിക അന്ധതയിൽ കഴിയപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം തന്ന് അനുഗ്രഹിക്കണമേ. സാറെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ. ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിൻ്റെ സഹായകനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ദൈവം അനാദിയിലെ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ. കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്തിയുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കുവാൻ യുവജനങ്ങളെ സഹായിക്കണമേ. തോബിയാസിനെ സഹയാത്രികനായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഖയെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവേ, വിശുദ്ധ റാഫേൽ മാലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശ്വാസത്തോടെ റാഫേൽ മാലാഖയുടെ മധ്യസ്ഥം വഴിയായി ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാർ, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ആരോഗ്യമുള്ള കുട്ടികളെ ലഭിക്കാണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, വിവാഹ തടസ്സങ്ങൾ മൂലം ഏതെങ്കിലും യുവതി യുവാക്കളെ നമുക്ക് ഓർക്കാം. വിവാഹമോചനത്തിൽ പെട്ടുകിടക്കുന്നവർ, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലവിധ രോഗികളായിട്ട് വേദനിക്കുന്നവർ, രോഗങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ രോഗികളെ നമുക്ക് ഓർക്കാം. നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. മക്കളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നല്ല അഡ്മിഷൻ, പലവിധ എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, OET എക്സാം, നീറ്റ് എക്സാം,
മറ്റു പല UPC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാ തടസ്സങ്ങളെയും നമുക്ക് ഓർക്കാം. ജോലി തടസ്സം, സാമ്പത്തിക തടസ്സം, വീട് വയ്ക്കാനുള്ള തടസ്സം, വിസ തടസ്സങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യത മൂലം വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ, ലോൺ അടയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിസിനസ്സിലെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. ആത്മഹത്യാ ചിന്തകൾ മൂലം വേദനിക്കുന്നവരെ അതിൽ നിന്ന് തിരിച്ചുവിടാനുള്ള വലിയ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രണയബന്ധങ്ങളിൽ കിടക്കുന്നവരെ ഓർക്കാം. ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭയം, നിരാശ, സംശയരോഗം, പിണക്കങ്ങൾ ഇതെല്ലാം നീങ്ങിപ്പോകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആസക്തികൾ മൂലം അകപ്പെട്ടിരിക്കുന്നവർ, മദ്യാസക്തി, മയക്കുമരുന്നിൻ്റെ അശ്ലീലത എല്ലാം നമുക്ക് ഓർക്കാം. പലവിധ ഉറക്കമില്ലായ്മകൾ മൂലം വേദനിക്കുന്നവരെ നമുക്ക് ഓർക്ക് പ്രാർത്ഥിക്കാം. പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരെ നമുക്ക് ഓർക്കാം. മാലാഖയുടെ പ്രത്യേക മധ്യസ്ഥം വഴിയായി ഈ ദിവസങ്ങളിൽ അനേകായിരങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ നിമിഷം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് മാലാഖയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സാധിച്ചു തരണമേ, ആമേൻ. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലൂടെ ഉള്ള എല്ലാ തടസ്സങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം ഈ നിമിഷം എല്ലാ ജീവിത തടസ്സങ്ങളിലേക്കും നിറയുന്ന നിമിഷങ്ങളാണ്. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കന്യകാമറിയമേ, അപേക്ഷയമായി വരുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നു നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എൻ്റെ ജീവിതം പൂർണ്ണമായി ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾക്ക് എന്നെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാകില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളിലല്ലോ കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനും ആ യേശുവിൻ്റെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പം പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കാം. ഈ നിമിഷം നമ്മുടെ വലിയ ഇടപെടലുകൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഇതാ വരുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹൃദയത്തിൽ കേട്ടവളും പാലിച്ചവളുമാണ് അമ്മ. അപ്പോഴാണ് അമ്മയുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറിയത്. ആ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഇതാ നിൻ്റെ ജീവിതവും നിൻ്റെ കുടുംബവും നിൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളും നിൻ്റെ ദുഃഖങ്ങളും വേദനകളും ഇതാ അനുഗ്രഹമായി മാറുന്ന നിമിഷങ്ങളാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണവും ദൈവം എനിക്ക് തന്ന ഏകാശ്വാസവും, എൻ്റെ ബലഹീനതകളിൽ ബലവും എൻ്റെ ആവശ്യങ്ങളിൽ സഹായവും, ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും എന്നെ സ്വതന്ത്രയാക്കുന്നവളുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. അമ്മേ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അനുഗ്രഹമായി വർഷിക്കുന്ന നിമിഷത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനാദി ലോകം മുഴുവനും ഈ പ്രാർത്ഥന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും നിറയുന്ന നിമിഷങ്ങളാണ്. കർത്താവെ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഇതാ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അവരിലേക്ക് നിറയുന്ന നിമിഷങ്ങളാണ്. സന്താന സൗഭാഗ്യത്തിൻ്റെ എല്ലാ തടസ്സങ്ങളിലേക്കും ഇതാ കർത്താവ് കടന്നു ചെല്ലുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്താന സൗഭാഗ്യം മൂലം വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരിലേക്കും
നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കണമേ, ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗവും നിർമാർജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാകുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും. സന്താന സൗഭാഗ്യത്തിനായിട്ട് വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഓർക്കാം. സുഖപ്രസവത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 9-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ആരോഗ്യമുള്ള മക്കളെ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഓർക്കാം. കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം അവരിലേക്ക് നിറയുന്ന നിമിഷങ്ങളാണ്. അവരുടെ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലേക്ക് നിറയുന്ന നിമിഷങ്ങളാണ്. കർത്താവെ, നിന്റെ വലിയ കൃപയാൽ അവരെ അവിടെ നിന്ന് നിറയ്ക്കണമേ. നിന്റെ അഭിഷേകം നൽകി ആ മക്കളെല്ലാം ആരോഗ്യമുള്ള മക്കളാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയൊഴുകട്ടെ, അവിടുത്തെ കൃപയൊഴുകട്ടെ. അവിടുത്തെ കൃപയൊഴുകുന്ന നിമിഷങ്ങളാണ്. അവിടുത്തെ കൃപ ചൊരിയുന്ന നിമിഷങ്ങളാണ്. വിവാഹ തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും നമുക്ക് ഓർക്കാം. മനുഷ്യനേകനായിരിക്കും നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകി അനുഗ്രഹിക്കുന്ന ചിത വചനത്തിന്റെ ശക്തിയാൽ കർത്താവെ അവരെ ഓരോരുത്തർക്കും അനുയോജ്യരായ ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ. ദിവ്യകാണിച്ചോയെ, വിവാഹമോചനത്തിൽ പെട്ടുകിടക്കുന്നവരിലേക്ക് നിന്റെ കൃപ ഒഴുകട്ടെ. പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന രോഗികളെ നമുക്ക് ഓർക്കാം. എല്ലാ രോഗികളിലേക്കും കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം നിറയുന്ന നിമിഷങ്ങളാണ്. കർത്താവെ, ക്യാൻസർ രോഗം മൂലം വേദനിക്കുന്നവർ, അലർജിയുടെ രോഗം മൂലം വേദനിക്കുന്നവർ, മറ്റു പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർ, അസ്ഥികളുടെ ഹൃദയത്തിൻ്റെ അസുഖം മൂലം വേദനിക്കുന്നവരിലേക്ക് ഇതാ സൗഖ്യമായി ഈശോ കടന്നു വരുന്ന നിമിഷങ്ങൾ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവൻ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഹൃദയം തകർന്ന് ഇരിക്കുന്ന എൻ്റെ ഈ നിമിഷത്തിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ഈശോ, ആ ഈശോയിലേക്ക് എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 23-ാം തിരുവചനം. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. എൻ്റെ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഇൻ്റർവ്യൂവിൻ്റെ നിമിഷങ്ങളെയും മറ്റെല്ലാ മേഖലകളെയും കർത്താവിത അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ദിവസനിധിയിലേക്ക് വിട്ടുകൊടുക്കട്ടെ. പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ ഓർക്കാം. വിവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവർ, അഡ്മിഷന് വേണ്ടി ഒരുങ്ങുന്നവർ, OET, നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാനചൈതന്യം ലഭിച്ചു. കർത്താവെ, നിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ അഭിഷേകത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പഠിക്കുന്ന എല്ലാ മക്കളുടെ ബുദ്ധിതലങ്ങളെ അവരുടെ ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി സിസ്റ്റത്തിലേക്ക് നിന്റെ കൃപ വർഷിക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് എന്നെ ഇതാ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്, നിന്റെ ജീവിതത്തിൽ നീ ദുഃഖാവസ്ഥയിലായിരിക്കുമ്പോൾ, നിന്റെ രോഗാവസ്ഥയിൽ, പഠനത്തിൽ നിനക്ക് പഠിക്കാൻ പറ്റാതെ നീ വിഷമിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിത നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്.
ഹൃദയം തകർന്ന ഇരിക്കുന്ന നിമിഷങ്ങളിൽ എന്നെ അനുഗ്രഹിക്കുന്ന ഈശോയെ, ഈ ഗാനത്തിൻ്റെ ഈരടികൾ ആലപിച്ച് നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. പലവിധ തടസ്സങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നവർ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം. ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പൊടാമ്പലകൾ ഒടിക്കുകയും ചെയ്യും. ജോലി തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തികമായ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന സഹോദരങ്ങൾ, വീട് വയ്ക്കാനുള്ള തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിസ തടസ്സങ്ങൾ, ഒന്ന് വിട്ടുകൊടുക്കുക ഈശോയുടെ കരങ്ങളിലേക്ക്. ഈ നിമിഷം ഞാൻ സമർപ്പിക്കുന്ന ഈ തടസ്സത്തെ കർത്താവ് എടുത്തു മാറ്റിയെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 3-ാം തിരുവചനം. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവാദീപൻ ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യങ്ങളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. ബിസിനസ്സിലെ തകർച്ചകൾ മൂലം വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഇതാ കർത്താവ് സമാധാനം നിറച്ച് അനുഗ്രഹിക്കുന്നു. ആത്മഹത്യാ ചിന്തകൾ എടുത്തു മാറ്റപ്പെടുന്ന നിമിഷങ്ങൾ, ആവശ്യമില്ലാത്ത സ്നേഹ പ്രണയ ബന്ധങ്ങളായിരിക്കുന്നവരുടെ ബന്ധനങ്ങളെ കർത്താവ് ഇതാ എടുത്തു മാറ്റുന്നു. ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നു. ഭയം, നിരാശ, സംശയരോഗം, പിണക്കങ്ങള്, കർത്താവെ അവരെല്ലാം ഇതാ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് വിട്ടുതരികയാണ്. പലവിധ ആസക്തികൾ മൂലം വേദനിക്കുന്നവർ, മദ്യാസക്തി, മയക്കുമരുന്നിൻ്റെ ജഡികാസക്തി, അശ്ലീലത, എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. പലവിധ രോഗങ്ങളും മൂലം വേദനിക്കുന്ന സഹോദരങ്ങൾ, ഉറക്കമില്ലായ്മ മൂലം വേദനിക്കുന്നവർ, കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈശോ എന്നെ ഈ നിമിഷം ഞാൻ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അവരായിരിക്കുന്ന സ്ഥലങ്ങളെയും ഈശോ ഈ നിമിഷം അനുഗ്രഹിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹൃദയം തകർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവെ, ഞാനിതാ അങ്ങയെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നു. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. നമുക്കെല്ലാവർക്കും വലതുകരം നമ്മുടെ ശിരസിലേക്ക് വെക്കാം. വലതുകരം നമ്മുടെ ശിരസിലേക്ക് വെക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശുവല്ലാതെ മറ്റൊരു കർത്താവല്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്തിനെ സ്വന്തമാക്കിയ കർത്താവിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഞങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവരുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടാകുന്ന സകല തിന്മകളും ഈ നിമിഷം എന്നെയും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കുടുംബത്തെയും വിട്ടുപോകണം. ഇനിമേൽ എന്നിലേക്ക് ശല്യം ചെയ്യാൻ പാടില്ല.
എന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു. അമലോത്ഭകനിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും യോഗ്യതകളും മധ്യസ്ഥതയും എന്നും എനിക്ക് അഭയവും കോട്ടയുമായിട്ട് ഭവിക്കട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന തമ്പുരാനെ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മർക്കോസ് 16:17 ശക്തിയ ദുഷ്ടാത്മാക്കളെ, ജീവിത തടസ്സങ്ങളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ഇവരിൽ നിന്ന് എല്ലാ കാലത്തേക്കും ദൂരെ പോകുക. ഇനി ഒരിക്കലും ഇവരിലേക്ക് തിരിച്ചു വരരുത്. യേശു നിങ്ങളെ നരകാഗ്നി സൂക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രേശ്വരനെ ആരാധന 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 ആരാധന. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നിറയുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ അഭിഷേകം ഈ നിമിഷം ഇതാ ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ സമൂഹത്തെ താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയുടെ അനുഗ്രഹം ഇവരിലേക്ക് ഈ നിമിഷം ഒഴുകട്ടെ, തിരുരക്തം ഒഴുകട്ടെ. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെട്ടെ. അന്ധനെ തൊട്ടു സുഖപ്പെടുത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരങ്ങളിൽ നിന്നിട്ട് എല്ലാ രോഗികളും ഈ നിമിഷം യേശു നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. The name of the Father Almighty God, Creator of heaven and earth, the name of Jesus Christ, only begotten Son, Lord and Savior, the name of the Holy Spirit, the Paraclete, through the intercession of Saint Michael the Archangel, of the Blessed Virgin Mary, of Saint Joseph, the Blessed Apostles Peter, Paul, Saint John, Saint James, Saint Thomas, Saint George, Saint Anthony, Saint Augustine, Saint Benedict, Saint Padre Pio, Saint John Maria Vianney, and all the apostles and saints, and with authority of priesthood conferred on me, together with Pope Francis, all the bishop and priest, rebuke and command every spirit of darkness, oppression, obsession, affliction, fear, sickness, sinful bondages, financial crisis, job crisis, marital vlogs, sickness, from this person to depart from them, to be bound and cast out of the outside of darkness. Let Jesus take a refuge, Satan. Let Jesus send you bound to the outside of darkness. The name of Jesus, Son of the living God. The name of Jesus, Son of the Blessed Virgin Mary. I challenge every spell and work of darkness, and I command you, go to the feet of Jesus, to be bound not to return. Let the precious blood of Jesus cover these persons, and let them experience the fullness of Jesus' redemption. Hallelujah, 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 hallelujah. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇതാ ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ദാനിയേൽ പ്രവാചകനോട് ചേർന്ന്, സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, യോസേപ്പ് പിതാവിനോട് ചേർന്ന് ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഒഴുകട്ടെ. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവികാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദാനിയേൽ പ്രാർത്ഥനയുടെ ശുശ്രൂഷയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കൊരു സാക്ഷി കേൾക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഒരു കുടുംബത്തിലേക്ക് വന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായ ഇടപെടലുകളാണ്. അതിനെക്കുറിച്ച് പറയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ മകന് ആക്സിഡൻ്റ് ഉണ്ടായി, രക്ഷപ്പെടയില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അവർ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജനുവരി മാസം നടന്ന ഒരു സാക്ഷ്യമാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ 9 മണിക്കായിരുന്നു ഈ ആക്സിഡൻറ്റിന് ശേഷമുള്ള ഓപ്പറേഷൻ നടക്കാനായിട്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥന എത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ് പെട്ടെന്ന് എസെക്കിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഓർമ്മ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള പ്രത്യേക ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നടത്താനായിട്ട് പോവുകയാണ്, രോഗികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. അപ്പോൾ ഓർമ്മ വന്നത്, അങ്ങനെ ഞാൻ അത് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ചെയ്ത് മാത്രമല്ല, അതിനുശേഷം ഈ സഹോദരിക്ക് പരിചയമുള്ള എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഈ മകനെ അറിയുന്നവരെയും അവരുടെ ബന്ധുക്കാരെയും ഒക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ വചനം തുറന്നു വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എല്ലാവരുടെയും വീട്ടിൽ ബൈബിൾ തുറന്നു, വചനം വെച്ച് എല്ലാവരും വായിച്ചു, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ബോഡിക്ക് വീക്കായ കാരണം ഓപ്പറേഷൻ മുഴുവനായി ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. എന്നാൽ ഓപ്പറേഷൻ മുഴുവനായി ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല,
തലയിൽ ഒരു ഓപ്പറേഷനും കൂടി 2 ദിവസം കഴിയുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഒഴിവാക്കുകയും ചെയ്തു. അതായത് ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തതിന് അങ്ങനെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ആളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സാക്ഷ്യം അടിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവായ ഈശോയെ, ഈ സഹോദരനിലേക്ക് നിൻ്റെ വലിയ കൃപയുടെ വചനത്തിൻ്റെ ശക്തിയിൽ അഭിഷേകം വർഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, അനുഗ്രഹം ഒഴുകട്ടെ. ഇതുപോലെ തന്നെ പലവിധ രോഗങ്ങളാൽ, വേദനകളാൽ, കഷ്ടപ്പാടുകളാൽ, ദുഃഖങ്ങളാൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവികാരൻ ഈശോ ഇതാ നമ്മുടെ സന്നിധിയിലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഈശോ അന്ധനെ സുഖപ്പെടുത്തി കർത്താവ്, മുടന്തന് സൗഖ്യം കൊടുത്തവൻ, തളർവാദരോഗ്യം സുഖപ്പെടുത്തി ഈശോ ഇതാ നിന്നെയും ആശീർവദിച്ച് അനുഗ്രഹിക്കാനായിട്ട് പോകുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥനയിൽ ദിവികാരണനാഥനോട് ചേർന്ന് നമുക്ക് പങ്കുചേരാം. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. Press the bell icon on the YouTube app and never miss another update.